ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന അപരാജിത എന്ന് പറഞ്ഞിട്ടുള്ള ശംഖുപുഷ്പം ഇല്ലേ, അത് എങ്ങനെയാണ് ക്രോഷ്യ വെച്ച് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര ചിലവ് കുറവ് അത് ചെയ്യാൻ വേണ്ടി. കാരണം ഞാൻ എടുത്തേക്കുന്ന നമ്മുടെ ലോക്കലായിട്ടുള്ള യാണാട്ടോ, 10 രൂപയുടെ യാണാണ്. ഇതിന് 3 ഷെയ്ഡ്സ് യാൺ വേണം. ഒന്ന് ബ്ലൂ വേണം, പിന്നെ ഒന്ന് ലൈറ്റ് ഗ്രീൻ വേണം, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളർ യാൺ വേണം. ഈ ഉള്ളിലുള്ള വൈറ്റ് പോർഷൻ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാട്ടോ ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്തതാണ്. അപ്പോഴാണ് ഓർത്ത ഇത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഇതിൻ്റെ ഒരു റീല് ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് ഓർത്ത് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രീൻ യാണ് എടുക്കണേ. അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഗ്രീൻ യാണ് എടുത്തിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞാൽ യാണിനതാ ഇങ്ങനെ കയ്യിൽ വയ്ക്കുക, ഇങ്ങനെ ക്രോസ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുക. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻ യാൺ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് 9 ചെയിൻ ഇടണം. അപ്പോൾ ആദ്യത്തെ ചെയിൻ 1 2 3 4 5 6 7 8 9 9 ചെയിൻ ഇട്ടു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൊട്ട് ലെഫ്റ്റിലുള്ള ഈ ചെയിനിൽ ഈ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. അതിനുവേണ്ടി യാണിനെ വലിച്ചിട്ട് ഈ വർക്കിംഗ് യാണിനെ നമ്മൾ പുള്ള് ചെയ്തെടുക്കുന്നു. അപ്പോൾ സിംഗിൾ ക്രോഷ്യായി. ഇനി അടുത്ത ചെയിൻ ഇതാണ്. അപ്പോൾ ഈ ചെയിനിലേക്ക് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കണം. അതിന് യാൺ ഓവർ ചെയ്തിട്ട് ആ ചെയിനിലേക്ക് പോയിട്ട് യാണിനെ പുള്ള് ചെയ്യാം. 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് 3 സ്റ്റിച്ചിലേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ, 3 ചെയിനിലേക്ക് ഇവിടേക്ക് പിന്നെ ഇവിടേക്കും ഓരോ ഡബിൾ ക്രോഷ്യ കൊടുക്കണം. അപ്പോൾ യാൺ ഓവർ ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കൊടുക്കുവാണ്. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു. അടുത്ത ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്തത് ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ചിൽ ഇവിടെ ചെയ്യേണ്ടത് അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുക്കണം. ഇവിടെ അതിന് യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്തു. ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി. ഇതിനെയാണ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്തതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റിച്ചിൽ അടുത്ത ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇനി നമുക്ക് ലാസ്റ്റ് ചെയിനാണിത്. ഈ ലാസ്റ്റ് ചെയിനിലേക്ക് നമുക്ക് 5 ഡബിൾ ക്രോഷ്യ കൊടുക്കണം കേട്ടോ. അപ്പോൾ യാൺ ഓവർ ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്തു, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ, മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ, നാലാമത്തെ ഡബിൾ ക്രോഷ്യ കൊടുക്കുവാണ്. അഞ്ചാമത്തെ ഡബിൾ ക്രോഷ്യ കേട്ടോ, സെയിം ഗ്യാപ്പിലേക്ക് തന്നെ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തത് തന്നെ റിവേഴ്സ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെ ഓപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുക്കാം. ഓക്കെ, ഇവിടെയായിട്ട് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. ഒരു ഡബിൾ ക്രോഷ്യ, സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി. ഇനി ചെയ്യേണ്ടത് എന്താ, 3 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ. ആദ്യത്തേൽ ഒരെണ്ണം കൊടുത്തു, രണ്ടാമത്തേൽ കൊടുക്കുവാണ്, മൂന്നാമത്തതിലും കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യും, ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കും.
അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ചെയിൻ്റെ അടിയിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ബാക്കിലുള്ള യാണിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മൾ ആ യാണിനെയും കൂടിയും വെച്ചാണ് തയ്ച്ചത് ചേർത്ത് പിടിച്ചിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെയിൻ ഇടാം. ഓക്കെ, ചെയിൻ ഇട്ടിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഗ്യാപ്പുകളുണ്ടല്ലോ, ഓരോ സ്റ്റിച്ചിൻ്റെയും ഗ്യാപ്പ്, ഇതാണ് ഒരു ഗ്യാപ്പ്, ഇത് വേറെ ഗ്യാപ്പ്, ഈ ഗ്യാപ്പുകളിലേക്കാണ് ചെയ്യുക കേട്ടോ വർക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെയുള്ള ഇവിടേക്കാണ് ചെയ്യുക. ഈ കേസിൽ നമ്മൾ ഗ്യാപ്പിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, സോറി ഗ്യാപ്പിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പം ഇതാ ഇവിടേക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത സ്പേസിൽ കൊടുക്കേണ്ടത് ഒരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് അടുത്ത സ്പേസ് ഇതാണ്, ഇവിടെ കൊടുക്കേണ്ടത് ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത സ്പേസിൽ കൊടുക്കേണ്ടത് ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. ഈ ഇൻക്രീസിൻ്റെ ലാസ്റ്റ് ഇതാ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇൻക്രീസ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യില്ല, നമ്മൾ ഇനി ചെയ്യേണ്ടത് ബ്ലൂ യാൺ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം ബ്ലൂ യാണുമേ. എന്നിട്ട് ഇതിനെടുത്തിട്ട് ഇതിനെ പതുക്കെ ടൈറ്റാക്കാം. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കും. ഇതിനെ ടൈറ്റാക്കി ഇങ്ങനെ വെച്ചേക്കും. ഓക്കെ, അത് അങ്ങനെയാണ് നമ്മളൊരു പുതിയ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത 4 സ്പേസിലേക്ക്, ഇവിടെ 1 2 3 4, ഈ 4 സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്പേസിലേക്ക് 2 എണ്ണം കൊടുക്കുവാണ്. ഇനി അടുത്ത സ്പേസിലേക്ക് 2 എണ്ണം, അടുത്ത സ്പേസിലേക്ക് 2 എണ്ണം, നാലാമത്തെ ഈ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, 1 2. ഓക്കെ, 2 ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ക്രോഷ്യ ഇതാ ഈ ഒരു ഗ്യാപ്പിലേക്ക് കൊടുക്കണം. അടുത്ത ഗ്യാപ്പിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു നടുക്കുള്ള ഡബിൾ ക്രോഷ്യ ഇല്ലേ, ഇതിൻ്റെ 2ൻ്റെ നടുക്ക് ഉള്ള പോർഷൻ, അവിടേക്ക് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഏകദേശം ടോപ്പിൽ വരുന്ന ആ പോർഷനിൽ 3 ഡബിൾ ക്രോഷ്യ, 1 2 3. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഈ പച്ച യാണിനെയും കൂടി ചേർത്ത് പിടിച്ചിട്ട് ചെയ്യണം കേട്ടോ സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ നമുക്ക് കാരണം ഇനിയും പച്ച എടുക്കാനുള്ളതാണ്. ഇനി അടുത്ത ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കാം. അത് കഴിഞ്ഞ് 4 ഗ്യാപ്പിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, പിന്നെ ഇതാ അപ്പുറത്തും കൂടി 2 ഡബിൾ ക്രോഷ്യ കേട്ടോ, 1 2. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാക്കിൽ ഗ്രീൻ യാൺ ഉണ്ടല്ലോ. ഇനി നമ്മൾ അടുത്തത് വർക്ക് ചെയ്യുന്നത് ഗ്രീൻ യാൺ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുക്കാം, 1 പിന്നെ 2. അത് കഴിഞ്ഞിട്ട് 2 ഡബിൾ ക്രോഷ്യ കൊടുക്കണം, ഒരു
ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അതിൻ്റെ അപ്പുറത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ, അതിൻ്റെ തൊട്ടുപുറയ്ക്ക് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിൽ കൊടുത്ത ചെയിനിൻ്റെ ഇതാണ് ചെയിനിൻ്റെ അടിയിലേക്കായിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഒരു ചെയിൻ ഇടാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 6 സ്ഥലത്ത് സിംഗിൾ ക്രോഷ്യ കൊടുക്കണം. 1 2 3 4 5 6 ഈ 6 സ്ഥലത്ത് ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. 1 2 3 4 5 6. ഓക്കെ, ഇനി നമുക്ക് എന്തെടുക്കാം? ബ്ലൂ യാൺ എടുക്കാം. ബ്ലൂ യാൺ എടുത്തിട്ട് ആദ്യം ഇനി നമ്മൾ പെറ്റൽ ചെയ്ത് തുടങ്ങാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ബ്ലൂ പോർഷനിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിൽ ഇതാ ഇവിടേക്കായിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാപ്പിലേക്കല്ല ചെയ്യണത്, സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴേക്കാട്ടോ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് 3 സ്റ്റിച്ചിലേക്ക് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ, 1 സെയിം ഗ്യാപ്പിലേക്ക് തന്നെയാണ്, 2 3. ഇനി വീണ്ടും അടുത്ത അപ്പുറത്തെ സ്റ്റിച്ചിലേക്ക് ഇതാ ഇതിലേക്ക് 3 ഡബിൾ ക്രോഷ്യ, 1 2 3. ഇനി അടുത്ത സ്റ്റിച്ചിലേക്കും 3 ഡബിൾ ക്രോഷ്യ, 1 2 3. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുത്തു, അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ സെയിം പാറ്റേൺ എന്ന് വെച്ചാൽ തൊട്ടുപുറത്ത് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, അത് കഴിഞ്ഞിട്ടൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കാം, 3 സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് 1 2 3. അടുത്തതിൽ 1 2 3. തൊട്ടടുത്തതിൽ 1 2 3. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇനി വീണ്ടും പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 1 2 3. സോറി, ഇനി അടുത്തതിലും 3 ഡബിൾ ക്രോഷ്യ, 1 2 3. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, 1 2 3. അടുത്തത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇനി നമുക്ക് ഈ ഗ്രീൻ യാൺ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം,
ഗ്ലൂ യാണിനെ ഇവിടെ വലിച്ച് ടൈറ്റ് ആക്കാം കേട്ടോ. ഇനി 6 സ്റ്റിച്ചിലേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 ഇടാൻ സ്പേസ് കിട്ടിയുള്ളൂ. ഒരെണ്ണം എവിടെയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫസ്റ്റ് ഇട്ട നമ്മൾ ചെയിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണേ. അപ്പോൾ നമ്മുടെ പെറ്റലിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. ഇച്ചിരി നീളത്തിൽ കട്ട് ചെയ്ത് കളയണേ യാണിനെ. ബ്ലൂ യാണും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അത് സെക്യൂർ ആക്കണം. ഇതിനെ ഇങ്ങനെ വലിച്ച് ഇവിടെ ടൈറ്റാക്കി വയ്ക്കാം. ഓക്കെ, ബാക്കിൽ ഇങ്ങനെ എക്സസ് കിടക്കണ യാണൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതാ ഇപ്പോൾ നോക്കും, കണ്ടോ ഇതിൻ്റെ പെറ്റലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താ അറിയോ, നമ്മളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ യാൺ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് പോയില്ലേ. അപ്പോൾ വർക്ക് ചെയ്ത് പോകുമ്പം ഈ യാണിനെ ഈ കിടക്കുന്ന ഗ്രീൻ യാണിനെയും കൂടി ചേർത്ത് പിടിച്ച് ഇതിൻ്റെ അടിയിൽ കൂടെ വേണം വർക്ക് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഞാനത് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അത് ഈ ഒരു കേസിൽ പക്ഷേ ഇതിൻ്റെയൊക്കെ കണ്ടോ ചേർത്ത് പിടിച്ച് തന്നെയാണ് വർക്ക് ചെയ്ത് പോയത്. അതുകൊണ്ട് ഇത് അങ്ങനത്തെ പ്രശ്നം വന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അതങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തന്നെ വർക്ക് ചെയ്ത് പോകണം കേട്ടോ. ഇനി നമുക്ക് ഉള്ളിൽ വൈറ്റ് പോർഷൻ ചെയ്യണം. അതിന് ഓഫ് വൈറ്റ് യാണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് ഒരു 9 ചെയിൻ ഇടാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. കണ്ടോ, ഇനി നമുക്കൊരു ചെയിൻ ഇടാം. ഇതിനെ ഇങ്ങോട്ട് ടേൺ ചെയ്യാം. ടേൺ ചെയ്തിട്ട് എല്ലാ സ്റ്റിച്ചുമേക്കും വീണ്ടും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇപ്പോൾ ഇത് രണ്ടാമത്തെ റോ ആണ് ചെയ്യണേ. അങ്ങനെ മൊത്തം 5 റോ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ 5 റോ ഞാൻ ചെയ്തിട്ട് കാണിക്കാം. അതാ ഇപ്പോൾ 4ാമത്തെ റോ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചെയിൻ ഇട്ടിട്ട് ടേൺ ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ 5 റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ വലിച്ചൊന്ന് സെക്യൂർ ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വലിച്ച് സെക്യൂർ ആക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതിനെ പതുക്കെ ഇങ്ങനെ വളച്ചു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വളച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 ടെയിൽ എൻഡ് കിട്ടും. ഈ ടെയിൽ എൻഡിനെ രണ്ടിനെയും കൂടി നമുക്കിങ്ങനെ കെട്ടി കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഈ 3 സ്റ്റിച്ചുകൾ ചേർത്ത് തയ്ച്ചു കൊടുക്കണം. ഇതും ഇവിടെയുള്ള ഫസ്റ്റ് 3 സ്റ്റിച്ച് ഈ 3 സ്റ്റിച്ചും കൂടി ചേർത്ത് തയ്ച്ചു കൊടുക്കുക കേട്ടോ. വൈറ്റ് യാണ് തന്നെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ 3 സ്റ്റിച്ച് എൻ്റെ അവിടെ ചേർത്ത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, വെച്ചിട്ട് ഫെവിക്കോൾ വെച്ച് ഇവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിവിടെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഈ ഗ്രീൻ കളറ് ഈ ബാലൻസ് കിടക്കുന്ന യാണൊക്കെ നമുക്ക് കളയാം കേട്ടോ. ഈ ഗ്രീൻ കളറ് കൂട്ടി ചേർത്തിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ തയ്ച്ചു കൊടുക്കില്ലേ, ഇങ്ങനെ ചേർത്ത് തയ്ച്ചു കൊടുക്കില്ലേ, അതുപോലെ തയ്ച്ചു കൊടുക്കാം. അതോടുകൂടി നമ്മുടെ ഈ ഫ്ലവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ആ കളർ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വളരെ സിമ്പിളുമാണ് ചെയ്യാനായിട്ട്. പക്ഷേ
ഈ ഒരു കളർ കളർ കോമ്പിനേഷൻ വരുമ്പം ഭയങ്കര ഭംഗിയാണ്. ഭാഗ്യത്തിനാണെങ്കിൽ എനിക്ക് ഈ കളർ കിട്ടിയിട്ടോ. ഇതെല്ലാ ഷോപ്പിലും കിട്ടുമായിരിക്കും, കാരണം എനിക്കിതൊരു ലോക്കൽ ഷോപ്പിലാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ദാ നമ്മുടെ ഫ്ലവറിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കിൽ കിടന്ന യാണില്ലേ, അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഫെവിക്കോൾ വെച്ച് അതിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫ്ലവർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും മലയാളികൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്രോഷ്യ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്ലവർ അല്ല ഈ അപരാജിത. അപ്പോൾ നിങ്ങളിതൊക്കെ സേവ് ചെയ്ത് വയ്ക്കുക, എപ്പോഴെങ്കിലും ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വേറൊരു ട്യൂട്ടോറിയലായിട്ട് വരാം. താങ്ക്